ആദ്യമൊക്കെ മനുഷ്യർ മുഖം തിരിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരും ഇറങ്ങി നിന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്രയും നദികളും ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് കുടിവെള്ളം എല്ലാവരിലും എത്തുന്നില്ല എന്നുള്ളത് വലിയ അതവരുടെ അവകാശമാണല്ലോ. അത് ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിച്ചില്ല. ഭയങ്കര കുപ്പിക്കഴുത്ത് പോലത്തെ റോഡുകളാണ്. ഒരു ഫ്ലൈ ഓവർ പോലും ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. അതിന് പ്രോജക്റ്റും ഇട്ടിട്ടില്ല. ഇപ്പം മറ്റു പാർട്ടികളെല്ലാം മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രിക, ഡൽഹിയുടെ പ്രകടന പത്രിക കോപ്പി ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രകടനം നടത്തുകയാണ് കേരളത്തിൽ ആം ആദ്മി പാർട്ടി. കോട്ടയം മണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ സെലിൻ ഫിലിപ്പിന് ഒപ്പമാണ് ഞാനുള്ളത്. കടുത്ത വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് സെലിൻ ടീച്ചർ പ്രകടനം നടത്തുന്നത്. എങ്ങനെയുണ്ട് ഇത്തരം ദിവസമുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ അവസാന ലാപ്പിലെത്തി നിൽക്കുകയാണ്? എങ്ങനെയുണ്ട്, എന്താണ് പറയാനുള്ളത്? നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യമൊക്കെ മനുഷ്യർ മുഖം തിരിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരും ഇറങ്ങി നിന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഓടി വന്ന് നമ്മുടെ അടുത്തു നിന്ന് നോട്ടീസൊക്കെ വാങ്ങിക്കുകയാണ്. നല്ല പ്രതീക്ഷയുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയുടെ ആശയങ്ങൾ കുറേയെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു. അവർക്ക് നമ്മൾ വിശ്വാസമുണ്ട്. നമ്മുടെ അടുത്തോട്ട് അവർ വരുന്നുണ്ട് ഹെൽപ്പിനായിട്ട്, ഓരോ കാര്യങ്ങൾക്കായിട്ട്. പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇടപെട്ടിരുന്നല്ലോ. ഇപ്പോൾ ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഞങ്ങളുടെയും കൂടി ഹർജി എടുക്കണം, ഞങ്ങളുടെയും പൊതു താല്പര്യ ഹർജി കൊടുക്കണം. അങ്ങനെ പല വിഷയങ്ങളിൽ അവർ വന്ന് നമ്മളെ സമീപിക്കുന്നുണ്ട്. അവർക്കൊരു ഫെയ്ത്ത് ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ പേരിൽ. മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്തപ്പോൾ എന്താണ് കോട്ടയത്തിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞോ? പിന്നെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളത്തിൻ്റെ വിഷയം തന്നെയാണ്. ഇത്രയും നദികളും ഇത്രയും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് കുടിവെള്ളം എല്ലാവരിലും എത്തുന്നില്ല എന്നുള്ളത് വലിയ അതവരുടെ അവകാശമാണല്ലോ. അത് ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിച്ചില്ല. ഇവിടെ 15 വർഷമായിട്ട് ഭരിക്കുന്ന MLAക്ക് സാധിച്ചില്ല. പദ്ധതികളില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫണ്ടില്ലാഞ്ഞിട്ടോ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ലാഞ്ഞിട്ടോ ഉദ്യോഗസ്ഥരില്ലാഞ്ഞിട്ടോ ജനപ്രതിനിധികളില്ലാഞ്ഞിട്ടോ ജനപ്രതിനിധികളും മിടുക്കരല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമില്ല. കൊടുക്കണം എന്നുള്ള ആഗ്രഹവും കൂടെ വേണ്ടേ? ഒരു സത്യസന്ധത, അഴിമതി ഇല്ലായ്മ, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, അവരും ഒരു ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കണമെന്നൊരു ആഗ്രഹം വേണ്ടേ? നമ്മളുടെ ഒപ്പം തന്നെ അവരും കഴിയണമെന്നൊരു വിചാരമില്ലാത്ത ലീഡേഴ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം, ഈ വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോട്ടയത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഒരു കാഴ്ചപ്പാടുണ്ട്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ വീടില്ലാത്തവർ, പുറമ്പോക്കി കിടക്കുന്ന ധാരാളം പേരുണ്ട്, പട്ടയമില്ലാത്തവരുണ്ട്. കോളനികളിലൊക്കെ ആണെങ്കിൽ ഈ മാലിന്യമൊക്കെ കെട്ടിക്കിടക്കുക, പ്രത്യേകിച്ചും പന്നിമറ്റം കോളനിയിലൊക്കെ അവരുടെ കക്കൂസ് മാലിന്യമൊക്കെ മുറ്റത്തൂടെ ഒഴുകും. അവർക്ക് ഭയങ്കര ഭീതിയിലാണ്. ഇപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്യും മാഡം എന്ന് പറഞ്ഞിട്ട് അപ്പം ബ്ലോക്കായിട്ട് കിടക്കുന്നു. അതുപോലെ മാറി താമസിപ്പിക്കുന്നവരെ, ഇപ്പം റെയിൽവേ കോളനിയിൽ നിന്നൊക്കെ മാറി താമസിപ്പിച്ചവരെ വെറുതെ ഇങ്ങനെ ഒരു വേസ്റ്റൊക്കെ കിടക്കുന്ന ഒരു സ്ഥലത്താണ് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര കഠിനമായൊരു മോശമായ സാഹചര്യം അവർക്കുള്ളത്. വെള്ളമില്ലാത്തവരും അതുപോലെ ഒത്തിരി പേരൻസ് തന്നെത്താനാണ്. കാരണം അവരുടെ മക്കളെല്ലാം വിദേശത്തേക്കൊക്കെ ജോലിക്കൊക്കെ പോയതുകൊണ്ട് അവർ ഒറ്റപ്പെടുന്നതിൻ്റെ ഫീലിംഗ് ഉണ്ട്. പിന്നെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കുണ്ട് കോട്ടയത്ത്. ഭയങ്കര കുപ്പിക്കഴുത്ത് പോലത്തെ റോഡുകളാണ്. ഒരു ഫ്ലൈ ഓവർ പോലും ഇത്രയും വർഷങ്ങളായിട്ട് വന്നിട്ടില്ല. അതിന് പ്രോജക്റ്റും ഇട്ടിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വലിയ പ്രശ്നം തന്നെയല്ല. കോട്ടയത്തിന് ബിസിനസ് പരമായിട്ട് ഭയങ്കര ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഞാനൊരു ഓൺടർപ്രണറാണ്. എനിക്കറിയാം ഭയങ്കര മോശമാണ്. ഇപ്പം കസ്റ്റമേഴ്സ് കടകളിൽ എത്തുന്നില്ല. അപ്പോൾ ആക്ച്വലി ഇവിടെ സാധ്യത എന്ന് പറയുന്നത് ഇതിനൊരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി ഇപ്പം മംഗലാപുരം ഒക്കെ പോലെ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള സാധ്യതകളെല്ലാം വികസിപ്പിച്ചെടുക്കാം. പിന്നെ ടൂറിസത്തിന് നല്ല സ്ഥലമാണ്. അതിനിപ്പം പ്ലാസ്റ്റിക് വേസ്റ്റും മറ്റും വഴിയിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഒരു ഭംഗി വരുത്തുന്ന സമയത്ത് മറ്റ് സ്റ്റേറ്റുകളും മറ്റ് സ്ഥലങ്ങളും അവരുടെ വഴിയോരങ്ങളും അവരുടെ റോഡുകളും ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഇവിടെ ഏറ്റവും വൃത്തിഹീനമായി എങ്ങനെ ആക്കാമെന്നുള്ളത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്തെക്കുറിച്ചൊരു നല്ല ദീർഘവീക്ഷണമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ടൂറിസവും കൃഷിയൊക്കെ ആണല്ലോ നമ്മുടെ നാടിന് അനുയോജ്യമായ കാര്യം. അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റും റോഡും ഒക്കെ വൃത്തിയാക്കി സാമാന്യ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുമാനം ഉണ്ടാകും. നമ്മുടെ കോട്ടയം വളരെ ഉയർന്ന ഒരു സിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു പട്ടണമായിട്ട് മാറും. ആം ആദ്മി ഇപ്പോൾ ആദ്യമായാണ് നിയമസഭയിൽ ഇത്രയും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരത്തിന് ഒരുങ്ങുന്നത്. എങ്ങനെയാണ്, എത്ര പേരൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്? ആക്ച്വലി നമ്മളുടെ സ്റ്റേറ്റിൻ്റെ കോർഡിനേറ്ററാണ് ഇദ്ദേഹം, ഇലക്ഷൻ കോർഡിനേറ്ററാണ്. അദ്ദേഹം സംസാരിക്കും അതിനെപ്പറ്റി. കേരളത്തിൽ നമുക്ക് 53 സ്ഥാനാർത്ഥികളാണ് കേരളത്തിൽ ഈ തവണ മത്സരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന തലത്തിൽ അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കുന്നത്. അതിൻ്റെ ഒരു തയ്യാറെടുപ്പോടുകൂടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഈ മത്സരത്തിൽ പോകുന്നത്. കേരളത്തിന് അനിവാര്യമായൊരു രാഷ്ട്രീയ നവോത്ഥാനം എന്ന് തന്നെ പറയുന്ന സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഈ ഇലക്ഷനിലൂടെ ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. പുതിയ സാഹചര്യങ്ങൾ ഉരുത്തിരിയുകയാണ് ലോകത്തെ ആകമാനം.
ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ സുസ്ഥിരമായ ഒരു ക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ കേരളം സാമ്പത്തിക വളർച്ച നേടേണ്ടതുകൂടെയുണ്ട്. അതിന് സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത് അനിവാര്യമാണ്. അത് നടപ്പാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലും പഞ്ചാബിലും. അത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പം മറ്റു പാർട്ടികളെല്ലാം മുമ്പോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രിക ഡൽഹിയുടെ പ്രകടന പത്രിക കോപ്പി ചെയ്തിരിക്കുകയാണ്. അന്നൊക്കെ ഇവരെല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രകടന പത്രിക ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അത് 10 വർഷം കൊടുത്ത് തെളിയിച്ചു കഴിഞ്ഞപ്പം ഇപ്പം അവരെല്ലാം അതേപോലെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പം അരവിന്ദ്ജി പറഞ്ഞു വേറൊരാളത് സ്വീകരിക്കുകയാണെങ്കിലും ആം ആദ്മി പാർട്ടി ജയിച്ചു വരികയാണെന്ന്. നമ്മളുടെ ആശയം മറ്റുള്ളവർ സ്വീകരിച്ചല്ലോ, അത് തന്നെ ഒരു വലിയ വളർച്ചയുടെ ലക്ഷണമാണ്. പക്ഷേ ഒരു കാര്യം, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റണമെങ്കിൽ പ്രകടന പത്രികയിലൊക്കെ ഇവർ വെക്കും. നമുക്കറിയാലോ എല്ലാവരുടെയും പ്രകടന പത്രിക എത്രമാത്രം പ്രാവർത്തികമാക്കിയെന്ന്. ആം ആദ്മി പാർട്ടിക്ക് അത് പ്രാവർത്തികമാക്കാൻ പറ്റും. സ്റ്റഡീഡായിട്ടാണ് ചെയ്യുന്നത്. അതെ, സ്റ്റഡീഡായിട്ടാണ് ചെയ്യുന്നത്.